നമസ്തേ. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് വേൾഡ് മെഡിറ്റേഷൻ ഡേ ആയിട്ട് ഡിസംബർ 21 പ്രഖ്യാപിച്ചിട്ടുണ്ട് UN ഐക്യരാഷ്ട്രസഭ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഐക്യരാഷ്ട്രസഭ മെഡിറ്റേഷനെ, ഭാരതത്തിൻ്റെ സംഭാവനയായ മെഡിറ്റേഷനെ വേൾഡ് മെഡിറ്റേഷനായിട്ട് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന് മുൻനിരയിൽ നിന്ന് നേതൃത്വം കൊടുത്തത് പൂജ്യ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജിയാണ്. അദ്ദേഹം ഒരു സ്പിരിച്വൽ മാസ്റ്ററാണ്. അതിനോടൊപ്പം അദ്ദേഹത്തിനെ വേൾഡ് സ്പിരിച്വൽ മാസ്റ്ററായിട്ടും അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് എങ്ങനെയാണ് മനസ്സിലാകുക? മെഡിറ്റേഷൻ നമ്മൾ ശാന്തമായിട്ട് ഇരിക്കുകയാണ്, ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ ഒരു ശ്രമത്തിൻ്റെ ആവശ്യമില്ല മെഡിറ്റേഷന് വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഡൂയിങ് നത്തിങ് എന്നാണ് നമ്മൾ മെഡിറ്റേഷൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രചരണാർത്ഥം നമ്മുടെ ഈ ഒരു സെൻറ്റർ, അയിരൂർ ചെറുവൽപ്പുഴ ഹിന്ദുമത മഹാമണ്ഡലത്തിൻ്റെ ഈ ഒരു സെൻറ്ററും അതിൻ്റെ ഭാഗഭാക്കായി നമുക്കിവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. മെഡിറ്റേഷൻ നടക്കുന്നുണ്ട്, ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്, ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ എല്ലാ പ്രോഗ്രാമുകളും നമുക്കിവിടെ നടക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് എല്ലാ വർഷവും നമുക്കിത് ആഘോഷിക്കണം. അതിനോടൊപ്പം എല്ലാ മാസങ്ങളിലും നമ്മളിവിടെ പ്രോഗ്രാമുകളെല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമുക്കിവിടെ നടക്കുന്നുണ്ട്. പിന്നെ എല്ലാ ആഴ്ചയിലും നമുക്കിവിടെ ഫോളോപ്പുകളും പറയാം. നമസ്തേ, നിങ്ങൾക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ 21 ഡിസംബർ എന്നുള്ളതിൻ്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, അറിയാം. അപ്പോൾ ആ വേൾഡ് മെഡിറ്റേഷൻ നമ്മളും ഇന്ന് അത് ചെയ്തിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഇതിനകത്ത് പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം. നമുക്ക് ഇതെല്ലാം പറഞ്ഞ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഈ ടീച്ചറാണ്. ആ ടീച്ചറിൻ്റെ വാക്കുകളാണ് നിങ്ങൾ ആദ്യം കേട്ടത്. എൻ്റെ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഈ മെഡിറ്റേഷൻ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് ലൈഫ് ഹാപ്പിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുദേവൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. സർവം സമർപ്പയാമി. ഹരി ഓം.